ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ പൊതുവെ വീട്ടിൽ ഇതിനെ പറയുന്നത് ചൊളാണ്ടി എന്നാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താണ് റാഗിക്ക് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് പേരായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. ഇനി നമുക്കിതിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. ഒരു 4-5 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3-4 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുതിരാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂറായിട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സമയമുള്ളത് അതിനനുസരിച്ച് വെക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യം റാഗി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്കിത് ഇതുപോലെ വെള്ള കളറിൽ കാണുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോന്ന് കിട്ടിക്കോളും. ഇനി നമുക്കിത് ചെറിയ അരിപ്പയിലൂടെ ഒന്നും കൂടി അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മധുരം നോക്കിയിട്ട് പിന്നെ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ റാഗി മിക്സ് ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതിവിടെ തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും റാഗിയുടെ ആവശ്യമില്ല, നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വെള്ളം അടിക്കാണ് തണുത്ത് കിട്ടണമെന്നില്ല, തണുത്ത പാലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലും വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിത് കുറുക്ക് തയ്യാറാക്കിയത് പാലിലാണ് അധികവും. അപ്പോൾ പാല് ഇഷ്ടംപോലെ ഇതിലുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റിന് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ റാഗിയിലാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
പിന്നെ ഈ വെള്ളത്തിൻ്റെ കട്ടി കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ റാഗിക്ക് അനുസരിച്ചാണ്. അപ്പോൾ എനിക്കിവിടെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള വെള്ളമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൂസായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കറുത്ത കസ്കസ്, അതായത് സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിലും ഇതൊരിക്കലും ആർക്കും പറയാൻ പറ്റിയിട്ടില്ല റാഗി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത് എന്ന്. കാരണം റാഗിയുടെ ടേസ്റ്റ് ഇതിൽ ഒട്ടും വരുന്നേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്തൊക്കെ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്